ശ്രീ അനിൽകുമാർ, താങ്കൾ അത് കേട്ടിരുന്നോ? അതിനിടയിലാണ് ഞാൻ ഈ ചർച്ച. അതെ, അത് ക്ലിയർ ചെയ്ത് പോകണമല്ലോ, കാരണം അല്ലെങ്കിൽ ഞാനൊരു സംശയത്തിന്റെ നിഴലിൽ അനിൽ ബോസിനെ കൊണ്ടുവരുന്നു വരും. ശ്രീ അനിൽകുമാർ അത് കേട്ടിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു സെക്കൻഡ് വരാം, അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ, ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ശ്രീ അനിൽകുമാർ, വരാം, അവസരമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പറഞ്ഞത് ഈ പോയിന്റ് ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ MP പറഞ്ഞൊരു വാചകമാണ് ബഹുമാനപ്പെട്ട ശരത്ത് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് സംഘപരിവാർ എന്ന സംഘടന അതിൻ്റെ ഭാഗമല്ല BJP. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെറ്റായ കാര്യമല്ല ബഹുമാനപ്പെട്ട ശരത്ത് പറയുന്നത്. അങ്ങനെ പറഞ്ഞു എന്ന് വീഡിയോ ലഭ്യമാണ്, ഒരു മിനിറ്റ് പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. എൻ്റെ ശരത്തെ ശ്രീ പ്രേംകുമാർ അത് കേട്ടോ, അതോ തെറ്റാണോ? പ്രേമേന്ദ്രൻ അങ്ങനെ ഞാൻ കേട്ടില്ല. എന്നാൽ ഒരു കാര്യം NK പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞ വീഡിയോ നിങ്ങൾ സംപ്രേഷണം ചെയ്യും, എന്നിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് പോവാം. നിങ്ങൾ സംപ്രേഷണം ചെയ്യും, ഞാനിവിടെ ഒന്ന് കേൾക്കട്ടെ, കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് നിങ്ങൾ കിടന്ന് ബഹളം വെക്കേണ്ടെന്നേ, നിങ്ങൾ കിടന്ന് ബഹളം വെക്കേണ്ടെന്ന് ജനം കാണട്ടെ. NK പ്രേമേന്ദ്രന്റെ സംപ്രേഷണം ചെയ്യും, ഞാനിവിടെ കാണട്ടെ. ഞാൻ കണ്ടില്ല, സംസാരിക്കുകയാണ്. എന്റെ പ്രേംകുമാർ ചുമ്മാ സഭ്യത കാണിക്കുക. ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടത്തില്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടത്തില്ല. ഞാനിവിടെ പറഞ്ഞത് ഞാൻ കേൾക്കാം. അല്ലല്ല, ശ്രീ പ്രേംകുമാർ പൂർത്തിയാക്കൂ. അല്ല, ഇരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. പിന്നെ നിങ്ങൾ കിടന്നു പറയേണ്ട ആവശ്യമില്ല, കിടന്നിട്ടില്ല, എല്ലാവരും ഇരിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക്. പ്രേമചന്ദ്രൻ അങ്ങനെ പറഞ്ഞോ? BJP ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന നിലയിൽ കേരളമാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പൊതു അന്തരീക്ഷമുണ്ട്. ശ്രീ പ്രേംകുമാർ അത് ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? താങ്കളുടെ കൂടി അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, ഞാൻ ഇന്നലെ റിപ്പോർട്ടർ TVയിലെ ചർച്ചയിൽ, നികേഷുമായിട്ടുള്ള ചർച്ചയിൽ പ്രേമേന്ദ്രൻ പറയുന്നത് ലൈവായിട്ട് കേട്ടതാണ്. അതിനുശേഷം സംശയം തീർക്കാൻ വേണ്ടി പിന്നെയും കേട്ടു. ആ ചാനലിൽ മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, സംഘപരിവാർ സംഘടനകളിൽ പെട്ടതല്ല BJP. അത് ബജ്രംഗ് ദളും പിന്നെ ഹനുമാൻ സേനയും ഒക്കെയാണ് സംഘപരിവാർ സംഘടനകളിൽ പെട്ടത്. BJP സംഘപരിവാർ സംഘടനയല്ല. BMS സംഘപരിവാർ സംഘടനയാണ്. അതിന്റെ പരിപാടിക്കാണ് എളമരം കരീം പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അനിൽ ബോസ്, ഇതാണ് സംഭവിച്ചത്. BJP ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന് അദ്ദേഹം ഈ വിരുന്നിന് ശേഷം അത് വിശദീകരിച്ചു വരവേ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു വെച്ചു. താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതോ നിങ്ങൾ കേട്ടിട്ടുള്ളതോ ഒരു കാര്യം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങളുടെ ചർച്ചയിൽ നിങ്ങളെപ്പോലെ തന്നെ പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ അനിൽകുമാർ അത് സൂചിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിരീക്ഷകനായിട്ടുള്ള പ്രേംകുമാർ അത് കണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ ചാനലുകളിൽ എങ്ങനെ എന്ന് വിശദമായി പറയുന്നു. അങ്ങനെ കളവ് പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ ആർക്കും. പിന്നെ താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് നേടാൻ? ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നു? ഇല്ല, അപ്പോ പ്രേംകുമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഞാൻ പറയട്ടെ ശരത്തെ, നിങ്ങളൊരു ഔചിത്യം കാണിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഏകപക്ഷീയമായിട്ട് അങ്ങ് സംപ്രേഷണം ചെയ്യും. അതല്ലല്ലോ അതിന്റെ ശരി. ഒരു ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരാളെ വടിയാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലല്ല, രസമല്ല. നിങ്ങളൊരു മര്യാദ കാണിക്കുക ആ കാര്യത്തിൽ. അത് ശരിയല്ലെന്നേ. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ പറയാൻ വന്നത് എന്താ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നിയോഗിച്ച് നിരാകരണ പ്രമേയം BJPക്കെതിരെ ഒരു പോയിന്റിൽ ഈ ചർച്ച കൊണ്ടുപോകുന്നു. UDF MP പറയുന്നു BJP ഒരു സംഘപരിവാർ സംഘടനയല്ല. കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള അനിൽ ബോസ് അത് കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഇന്നത്തെ പ്രധാന വാർത്തയാണ് സാറേ. 2, ഈ ചർച്ചയിൽ 2 പ്രതിനിധികൾ അവർ കണ്ടതും കേട്ടതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുമ്പിൽ സവിസ്തരം അവതരിപ്പിച്ചു. അവരെയും താങ്കൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണല്ലോ എത്തി നിൽക്കുന്ന പോയിന്റ്. ഇനി താങ്കൾ പറഞ്ഞ പോലെ ആ ഭാഗം ഒന്ന് കണ്ടുകൊണ്ട് തന്നെ വരാം. അതില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇത്രയും നേരം താങ്കളോട് സംസാരിച്ചത്. ആ ഭാഗം ഒന്ന് കാണാം. BMS നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, BJP എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയല്ല. മതി, നിർത്തൂ. ഈ ഒരൊറ്റ വാചകം മതി. അനിൽ ബോസ് കേട്ടല്ലോ.
കേട്ടു 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 കേട്ടു. ഇനി എനിക്ക് സംസാരിക്കാവോ? ഉറപ്പായും താങ്കൾക്ക് ആ അഭിപ്രായം ഉണ്ടോ? ഇനി എനിക്ക് സംസാരിക്കാവോ? അതോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളും ഇടതുപക്ഷ സഹയാത്രികനും അവതാരകനും നിങ്ങൾ 3 പേരും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നത് കേട്ട് ഞാൻ ഇവിടെ ഇരിക്കണമോ, അതോ എനിക്ക് അഭിപ്രായം പറയാമോ? ഈ വിശേഷണത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അനിൽ ബോസ്. അദ്ദേഹം പറഞ്ഞു, താങ്കളത് കേട്ടു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അനിൽ ബോസ് എന്ന കോൺഗ്രസ് നേതാവിനുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ചർച്ചയിൽ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയൂ. ഞാൻ ഈ ചർച്ചയിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ 3 പേരും ഇടപെടുകയാണ്. ഞാൻ വളരെ കൃത്യമായി ചർച്ചയിൽ ഞാൻ പറഞ്ഞു, BJP സംഘപരിവാർ സംഘടനകൾ എന്നുള്ള പ്രയോഗത്തിൽ എൻ്റെ അഭിപ്രായം വളരെ വ്യത്യസ്തമാണ്. NK പ്രേമേന്ദ്രൻ എന്ത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ അത് സംപ്രേഷണം ചെയ്തു. നമ്മൾ തമ്മിൽ എവിടെയാണ് ഡിസ്പ്യൂട്ട്? എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ ചോദ്യം പറയാം. NK പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ BJP ഒരു സംഘപരിവാർ സംഘടനയാണ് എന്ന് അനിൽ ബോസ് കരുതുന്നുണ്ടോ? BJPയും BJP അനുബന്ധ സംഘടനകളും എല്ലാം സംഘപരിവാർ സംഘടനകളായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞ എന്ത് അർത്ഥത്തിലാണെന്നുള്ളത് അദ്ദേഹത്തോട് നിങ്ങൾ അറിയില്ല. ഇനി അനിൽ ബോസിനെയാണ് സാങ്കല്പികമാണ്. അനിൽ ബോസിനെ നാളെ ഇതുപോലെ പ്രധാനമന്ത്രി വിളിച്ചാൽ താങ്കൾ ഒരു കോൺഗ്രസ് MPയോ UDF MPയോ ആയി പാർലമെന്റിൽ പോകുന്നുവെന്നിരിക്കട്ടെ, താങ്കളെ ഇതുപോലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ക്ഷണം വന്നാൽ താങ്കൾ പങ്കെടുക്കുമോ? എൻ്റെ അടുത്ത ചോദ്യം. അല്ല, ഞാൻ അവിടെ നിൽക്കട്ടെ, ഞാൻ പാർലമെന്റ് അംഗം ആകട്ടെ, എന്നിട്ടല്ലേ ഉള്ളൂ. പിന്നെ അല്ല, ഇതൊക്കെ ഈ കാലത്ത് ഉറപ്പ് മേടിക്കേണ്ട അവസ്ഥയാണ്. പോകുന്നവർ ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ഞാൻ ചെയ്യുമ്പോൾ നാളെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഞാൻ അതിന് മറുപടി പറയാം. പിണറായി വിജയൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ പണിയൊക്കെ ഞാനും ചിലപ്പോൾ ചെയ്തോന്നിരിക്കും. അനിൽ ബോസിന് എന്താ ഇത്ര മടിയത് പറയാൻ? നിതിൻ ഗഡ്കരി ചോദ്യത്തിന് നേരിട്ട് ആർജവത്തോട് ഒരു മറുപടി പറയാൻ എന്താണ് അനിൽ ബോസിന് മടി? നാളെ സാങ്കല്പികമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സാങ്കല്പികം തന്നെയാണ്. നാളെ ഒരു ക്ഷണം. താങ്കളിപ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ മുതൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നയാളല്ലേ, കോൺഗ്രസ് നേതാവല്ലേ. നാളെ ഒരു അവസരം വരുന്നു എന്നിരിക്കട്ടെ, നല്ല കാര്യമല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ വന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എന്താ വിളി വരുന്നു, അനിൽ ബോസ് ജി ആവോ എന്ന് പറഞ്ഞാൽ നേരെ ക്യാൻറ്റീനിൽ പോകുമോ? ഞാൻ അതിന് സാങ്കല്പികമായി താങ്കൾ ചോദിച്ചതിന് മറുപടി വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ പാർലമെന്റ് അംഗമാകട്ടെ. അങ്ങനെ പാർലമെന്റ് അംഗമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയോ അന്നത്തെ രാജ്യത്തിൻ്റെ മന്ത്രിമാരോ എന്നെ വിളിച്ചൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇന്ന് പിണറായി വിജയൻ എടുക്കുന്നത് പോലെ, നിതിൻ ഗഡ്കരിയെ പിണറായി വിജയൻ വീട്ടിൽ വിളിച്ച് വിരുന്നു കൊടുത്തതുപോലെ അത് രാഷ്ട്രീയ ഔപചാരികതയുടെ പേരിലാണ് എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോൾ മന്ത്രിമാർക്കോ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾക്കോ പോകേണ്ടതായി വന്നാൽ അത് ഔപചാരികതയുടെ പേരിലുള്ള നടപടികളാണെങ്കിൽ അത് പോകും. അത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ ഔപചാരികതയുടെ പേരിൽ പോയ പ്രേമചന്ദ്രൻ പിന്നീട് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് BJP ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന് പറയുമ്പോൾ ഒരു UDF MP ആണ്, കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരാളെ UDFന്റെ ലേബലിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക? UDFന്റെ MP എന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം എടുത്തിട്ടുള്ള ഡിസിഷന്റെ പേരിൽ ആ പാർലമെന്റിനകത്ത് കൃത്യമായി BJP വിരുദ്ധ രാഷ്ട്രീയം, കേന്ദ്ര സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം വളരെ കൃത്യമായി അന്നേ ദിവസം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവതരിപ്പിച്ച നേതാവാണ് NK പ്രേമേന്ദ്രൻ. ചോദ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. NK പ്രേമേന്ദ്രനെ അല്ലല്ല, ഞാൻ പറയട്ടെ, ഏത് ചർച്ചയായാലും ഞാൻ പറയുക, നിങ്ങൾക്കുള്ള ചൊറിച്ചിൽ എന്താ? കൊല്ലം പാർലമെന്റിൽ നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള MA ബേബി അടക്കമുള്ള ആളുകളെ ഇറക്കി നിങ്ങൾ പരീക്ഷിച്ചു. നിങ്ങൾ KN ബാലഗോപാലിനെ പോലെ ഒരു ദേശീയ തലത്തിൽ പാർട്ടിയിൽ വിവിധ ചുമതലകൾ വഹിച്ച ആളെ ഇറക്കി നിങ്ങൾ പരിശോധിച്ചു. എന്നിട്ടൊന്നും പരാജയപ്പെടുത്താൻ കഴിയാത്ത NK പ്രേമേന്ദ്രനെ ഇപ്പോൾ മൈനോറിറ്റിക്കിടയിൽ ഒരു അവിശ്വാസം ഉണ്ടാക്കി തോൽപ്പിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടത്തുന്ന ഉപജാപം. ഞാൻ ചോദിക്കുന്നത്, NK പ്രേമേന്ദ്രൻ ചോദിച്ച മറ്റൊരു ചോദ്യം നിങ്ങൾ എന്താ കേട്ടില്ല? എളമരം കരീം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം നിരാകരണ പ്രമേയം അവതരിപ്പിച്ച് രാജ്യസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ BJPയുടെ അനുബന്ധ സംഘടനയായിട്ടുള്ള BMSന്റെ യോഗത്തിൽ പോയ എളമരം കരീമിന്റെ രാഷ്ട്രീയം എന്താ? ശരി, അദ്ദേഹം BJP ആയോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. ഞാൻ ആവർത്തിച്ച് പ്രേമേന്ദ്രന്റെ സംഘപരിവാർ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ കേട്ടിട്ടേയില്ല എന്ന് പറഞ്ഞു. ആ പരാമർശത്തിന്റെ തുടർച്ചയിൽ വരുന്ന എളമര കരീമിന്റെ ഭാഗം വളരെ കൃത്യമായി അവതരിപ്പിക്കാനും മറക്കുന്നില്ല. ഞാൻ പ്രേക്ഷകർക്ക് ഈ വൈരുദ്ധ്യം മനസ്സിലാകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അനിൽ ബോസിനെ അത് ഓർമ്മിപ്പിച്ചത്.